ക്രിയേറ്റിവിറ്റിക്ക് ലിമിറ്റില്ലാത്ത ഒരു മാന്ത്രിക ലോകം. നമുക്കവിടെ എന്തും നമ്മൾ ചിന്തിക്കുന്ന എന്തും പണിയാൻ പറ്റും. അത്രയും കിടിലം ഒരു സ്ഥലം. അപ്പോൾ ആ ഒരു സ്ഥലത്ത് അകപ്പെടുന്ന നമ്മുടെ നായകൻ്റെ കഥയാണ് മൈൻക്രാഫ്റ്റ് മൂവി. അപ്പോൾ ഇതിൻ്റെ കഥയാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. അതിനു മുമ്പ് ഈ കഥ കേൾക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നമുക്ക് നേരെ സിനിമയിലേക്ക്. സിനിമയുടെ തുടക്കം കാണിക്കുന്നത് നമ്മുടെ സ്റ്റീവിനെയാണ്. സ്റ്റീവിന് കുട്ടിക്കാലം തൊട്ടുള്ള ഒരു ആഗ്രഹമാണ് മൈൻ ചെയ്യണം, അതായത് ഖനനം ചെയ്യണം എന്നുള്ളത്. അപ്പോൾ പിക്കാക്സൊക്കെ ആയിട്ട് മൈൻ ചെയ്യാനായിട്ട് ഒരു മൈനിൻ്റെ മുമ്പിൽ പോയി നിൽക്കും. പക്ഷേ അവിടെ കുട്ടികളെ അലോഡല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഉള്ള ഒരു ആൾ സ്റ്റീവിനെ ഓടിച്ചു വിടും. അങ്ങനെ സ്റ്റീവ് ഇപ്പോൾ വളർന്ന് വലുതായി ഒരു സെയിൽസ് കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവൻ്റെ മനസ്സ് എന്തോ ഇല്ലാത്ത പോലെ, എന്തോ ഒരു സന്തോഷമില്ലാത്ത പോലെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആഹാരമൊക്കെ കഴിച്ച് ഇങ്ങനെ ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ കുട്ടിക്കാലത്ത് ആ ഒരു സ്വപ്നം മനസ്സിലേക്ക് വരികയാണ്. അതായത് ആ മൈനിൽ പോയി മൈൻ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ വളർന്നല്ലോ, ഇനി പോയി ചെയ്യാമല്ലോ. അങ്ങനെ എല്ലാം സെറ്റപ്പായിട്ട് പുള്ളി ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് വീണ്ടും പിക്കാക്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് മൈൻ ചെയ്യാൻ വേണ്ടി ചെല്ലുകയാണ്. ഇപ്പോഴും ആ ഓടിച്ചു വിട്ട് വയസ്സ് ചെയ്യുന്ന ആൾ അവിടെ ഉണ്ട്. പക്ഷേ ഇപ്പം വലുതായല്ലോ സ്റ്റീവ്. അതുകൊണ്ട് തന്നെ അയാളെ വെട്ടിച്ചകത്തേക്ക് പോയി സന്തോഷത്തോടു കൂടി, എന്തോ തിരിച്ച് കിട്ടി സന്തോഷത്തോടു കൂടി ഇങ്ങനെ മൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മൈൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റീവിന് 2 സാധനങ്ങൾ കിട്ടും. ഒരു തിളങ്ങുന്ന ട്യൂബ് പോലത്തെ ഒരു സാധനം, അതിനെ ഓർബ് എന്നാണ് പറയുന്നത്. പിന്നെ ഒരു ചതുരം പോലെ അത് വെക്കുന്ന എർത്ത് ക്രിസ്റ്റൽ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇത് രണ്ടും കൂടെ സ്റ്റീവ് അങ്ങ് കണക്ട് ചെയ്യണം. അപ്പോൾ സ്റ്റീവ് ഞെട്ടിപ്പോവാണ്. സ്റ്റീവിൻ്റെ മുമ്പിൽ ഒരു പോർട്ടൽ അങ്ങ് തുറക്കുകയാണ്. പോർട്ടൽ തുറന്ന് വേറൊരു ലോകത്തേക്കാണ് നമ്മുടെ സ്റ്റീവ് എത്തുന്നത്. അവിടെ എത്തി അവിടുത്തെ ആ ഒരു എന്താ പറയുക വൈബൊക്കെ കണ്ട് നമ്മുടെ സ്റ്റീവ് അങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. കാരണം സ്റ്റീവിന് എന്തെന്നില്ലാത്ത സന്തോഷം. സ്റ്റീവ് ആഗ്രഹിച്ചതാണ്. അപ്പോൾ അവിടെ ഉള്ള ജീവജാലങ്ങളൊക്കെ ഒരു വെറൈറ്റി ക്യൂബ് ടൈപ്പ് സ്റ്റൈലാണ്, അതായത് മൈൻക്രാഫ്റ്റ് ലോകമാണല്ലോ. അവിടെ ചെന്ന് സ്റ്റീവിൻ്റെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഒരുപാട് ബിൽഡിങ്ങൊക്കെ പണിയും. അങ്ങനെ ലാസ്റ്റ് പണിയുന്നത് ഒരു വൂള്, അതായത് നമ്മുടെ ആടിൻ്റെയൊക്കെ ആ ഒരു പൂട വെച്ചിട്ടുള്ള ഒരു ഇതാണ്. അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്ക് സ്റ്റീവിന് ഭയങ്കരമായിട്ട് പേടിയായി. കാരണം രാവിലെ കാണുന്ന പോലെയല്ല ആ സ്ഥലം. രാത്രി ആയപ്പോഴും സോംബിയും ഒരുപാട് ക്രീച്ചേഴ്സൊക്കെ വന്നിട്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്യും. അങ്ങനെ രാവിലെ ആയപ്പോഴത്തേക്ക് സ്റ്റീവ് പേടി ഒക്കെ മാറി ഇറങ്ങി വീടിൻ്റെ മുറ്റത്ത് നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരു ചെന്നായ നിൽപ്പുണ്ട്. ചെന്നായ സ്റ്റീവിനെ കടിച്ച് കൊല്ലുമെന്നുള്ള രീതി നിൽക്കുകയാണ്. സ്റ്റീവ് അവിടെ കിടന്ന ഒരു എല്ലും കഷ്ണം എടുത്ത് ചെന്നായുടെ വായി വെച്ച് കൊടുത്തപ്പോഴത്തേക്കും ചെന്നായ അങ്ങോട്ട് ഇണങ്ങി, അതായത് സ്റ്റീവിൻ്റെ ആളായിട്ട് മാറി. അങ്ങനെ അതിനൊരു പേരൊക്കെ ഇട്ട്, ഡെന്നീസ് എന്നൊക്കെ പേരൊക്കെ ഇട്ട് സ്റ്റീവിൻ്റെ പണി തുടങ്ങി. മൊത്തവും ഒരു കിടിലം വൈബ്, ഒരു സിറ്റി തന്നെ അങ്ങോട്ട് പണിഞ്ഞു. അങ്ങനെ സ്റ്റീവ് ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടുത്തെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചൊക്കെ ഓരോന്നൊക്കെ പണിത് അങ്ങനെ സന്തോഷമായിട്ട് പോവാണ്. അങ്ങനെ പോകുമ്പോൾ ഒരു പോർട്ടൽ കാണും, ഒരു പൊളിഞ്ഞ പോർട്ടൽ കാണും. സ്റ്റീവ് അത് പണിത് ശരിയാക്കി ആ പോർട്ടൽ ആക്ടിവേറ്റ് ആക്കി അകത്തേക്ക് പോകും. അതായത് പോകണമെന്ന് ആഗ്രഹിക്കത്തില്ല, പക്ഷേ നമ്മുടെ ഡെന്നീസ്, നമ്മുടെ ആ ഒരു ചെന്നായ ഓടി അകത്തോട്ട് പോകും. അപ്പോൾ അതിൻ്റെ പുറകെ നമ്മുടെ സ്റ്റീവും പോവും. അങ്ങനെ അത് വേറൊരു ലോകത്തേക്കാണ് ചെല്ലുന്നത്. അതായത് ഒരു ലോകത്തിൻ്റെ അകത്ത് വീണ്ടും വേറൊരു ലോകം. ആ സ്ഥലത്തിൻ്റെ പേരാണ് നെതർ എന്ന് പറയുന്നത്. അവിടെ പിഗ്ലിങ്സ് എന്ന് പറയുന്ന കുറേ പന്നിക്കുട്ടങ്ങളുണ്ട്. അപ്പോൾ ഈ പന്നിക്കുട്ടങ്ങൾ ഭയങ്കര ക്രൂരന്മാരായിട്ടാണ് നിൽക്കുന്നത്. അതിനൊരു തലവനുമുണ്ട്. അതിൻ്റെ പേരെന്ന് പറയുന്നത് മൽഗോഷ എന്നാണ്. അതൊരു വിച്ചാണ്, മാന്ത്രികശക്തിയൊക്കെയുള്ളൊരു സംഭവമാണ്. അപ്പോൾ സ്റ്റീവിൻ്റെ കയ്യിലുള്ള ഈ ഓർബ് കണ്ടപ്പോൾ തന്നെ സ്റ്റീവിനെ പിടിച്ചങ്ങ് അടച്ചിടും. സ്റ്റീവിനെയും ഡെനീസിനെയും പിടിച്ചടച്ചിട്ടിട്ട് ഈ ഓർബ് വെച്ചിട്ട്, അല്ലെങ്കിൽ ആ ഒരു ക്യൂബ് വെച്ചിട്ട് ഓവർവേൾഡ്, അതായത് സ്റ്റീവ് നേരത്തെ ആ ക്രിയേറ്റിവിറ്റി ആയിട്ടൊക്കെ ഓരോ നല്ല രീതിയിൽ ചെയ്ത സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലത്തേക്ക് പോകണമെന്നാണ് ആഗ്രഹം. അവിടെ പോയി അത് റൂൾ ചെയ്യണം, അല്ലെങ്കിൽ അത് നശിപ്പിക്കണമെന്നാണ് ആഗ്രഹം. അപ്പോൾ സ്റ്റീവ് ഭയങ്കര വിഷമത്തിലൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ അന്ന് രാത്രി തന്നെ സ്റ്റീവ് നൈസായിട്ട് ഇത് ആ ഒരു വിച്ചിൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റാനായിട്ട് പ്ലാൻ ചെയ്യും. അങ്ങനെ നൈസായിട്ട് അത് അടിച്ചു മാറ്റുമ്പോൾ തന്നെ എല്ലാ പിഗ്ലിങ്സും അലേർട്ടാവും. നമ്മുടെ സ്റ്റീവിൻ്റെ പുറകെ തന്നെ കൂടും. അവസാനം സ്റ്റീവ് വഴിയില്ലാതെ നമ്മുടെ ഡെന്നീസിൻ്റെ ഈ ഒരു ഓർബും ക്യൂബും ഒക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് പറഞ്ഞു വിടും, ഇത് കൊണ്ട് സേഫായിട്ട് വയ്ക്കാൻ. അങ്ങനെ ഇവിടുന്ന് ആ പോർട്ടൽ വഴി ഡെന്നീസ് ഓടി രക്ഷപ്പെടും. പക്ഷേ ഈ പിഗ്ലിങ്സിനൊരു കുഴപ്പമുണ്ട്. പോർട്ടൽ വഴി ഓവർ വേൾഡിലേക്ക്, അതായത് ഈ നോർമൽ വേൾഡിലേക്ക് വരാൻ പറ്റില്ല. കാരണം അവരൊരുമാതിരി ഉരുകിപ്പോവും. അവർക്ക് സൂര്യപ്രകാശം ഒന്നും അടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ പിഗ്ലിങ്സിന് നമ്മുടെ ഡെന്നീസിനെ ഫോളോ ചെയ്യാൻ പറ്റില്ല. ഡെന്നീസിൻ്റെ ആ ഒരു റിബൺ ഉണ്ടല്ലോ കഴുത്തിൽ കെട്ടിയിരുന്ന പേരൊക്കെ എഴുതിയ, അതൊക്കെ പൊട്ടിപ്പോയി. അങ്ങനെ ഡെന്നീസ് അവിടുന്ന് ഓടി ഓവർവേൾഡിൽ നിന്ന് ഓടി നോർമൽ പോർട്ടൽ വഴി നമ്മുടെ എർത്തിലേക്ക് വന്നിട്ട് സ്റ്റീവിൻ്റെ വീടിൻ്റെ കട്ടിലിനടിയിലാണ് ഒളിപ്പിച്ചിരിക്കുന്നത്. സ്റ്റീവ് പറഞ്ഞാൽ വീട്ടിൽ കൊണ്ട് ഒളിപ്പിച്ചിരിക്കാൻ, പക്ഷേ സ്റ്റീവ് വിചാരിച്ചത് സ്റ്റീവ് ഓവർവേൾഡിൽ പണിത വീട്ടിൽ വെക്കുമെന്നാണ്. പക്ഷേ നോർമൽ എർത്തി വന്നു. അവിടെ വന്നതിന് ശേഷം നമ്മുടെ ഡെന്നീസ് അങ്ങോട്ട് തിരിച്ചു പോകാതെ അവിടെ തന്നെ കറങ്ങി കിടക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ സിനിമയിലെ അടുത്ത കഥാപാത്രമായിട്ടുള്ള ഗ്യാരറ്റിനെ കാണിക്കുന്നത്. അപ്പോൾ ഗ്യാരറ്റിൻ്റെ പരിപാടി എന്ന് വെച്ചാൽ ഗ്യാരറ്റ് ഒരു ഗെയിമിംഗ് ചാമ്പ്യനൊക്കെയാണ്. അതായത് പണ്ടത്തെ 80s കാലഘട്ടത്തിലെ ഒരു ഗെയിമിംഗ് ചാമ്പ്യനൊക്കെയാണ്. അതിനൊരു കടയൊക്കെ ഉണ്ട്. പുള്ളിക്ക് അവിടെ ഗെയിമിംഗ് ഒക്കെ കൺസോളൊക്കെ വിൽക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗെയിമിംഗ് സ്റ്റുഡിയോ പോലത്തെ സ്ഥലമാണ്. പക്ഷേ പുള്ളി ഭയങ്കര കടത്തിലാണ്. അങ്ങനെ പുള്ളി അവസാനം ഒരു ലേലത്തിൽ പോയിട്ട്
കുറച്ച് ഐറ്റംസ് ഒക്കെ ലേലത്തിനെടുക്കുകയാണ്. അതായത് കുറച്ച് ഗാർബേജ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ. പുള്ളിയുടെ പേര് തന്നെ ഗാർബേജ് മാൻ എന്നാണ് പുള്ളി അറിയപ്പെടുന്നത്. ഇതുപോലെ വേസ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ലേലത്തിലെടുത്തിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും നല്ല സാധനങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ പൊടിയൊക്കെ തട്ടി പുള്ളിയുടെ കടയിൽ കൊണ്ട് വയ്ക്കും. മെയിനായിട്ട് ഗെയിമുമായിട്ട് ബന്ധപ്പെട്ട സാധനമാണ്. അങ്ങനെ ഒരു കിടിലൻ പഴയ ഗെയിമിംഗ് കൺസോൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇത് ലേലത്തിലെടുക്കുന്നത്, ഒരു വലിയ കണ്ടെയ്നർ നിറച്ച സാധനങ്ങൾ. പക്ഷേ അതിൽ നിന്ന് കിട്ടിയത് സ്റ്റീവിൻ്റെ ആ ഒളിപ്പിച്ച് വെച്ച ആ ക്രിസ്റ്റലും ക്യൂബും ഒക്കെയാണ്. കാരണം ഇത് സ്റ്റീവിൻ്റെ ഐറ്റംസാണ്, ഈ വേസ്റ്റായിട്ട് കിടക്കുന്ന ഐറ്റംസ് എല്ലാം. കാരണം സ്റ്റീവ് കുറേ നാളായല്ലോ, വർഷങ്ങളായല്ലോ. അപ്പം ഇതെല്ലാം കിട്ടിയതാവട്ടെ എന്നും പറഞ്ഞ് നമ്മുടെ ക്യാരറ്റ് അതെല്ലാം എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോഴാണ് നമ്മുടെ പുതിയ 2 ക്യാരക്ടറിനെ കാണിക്കുന്നത്, നറ്റാലിയും ഹെൻറിയും. അപ്പോൾ ഇവർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സാണ്. ഇവരുടെ പാരൻസ് മരിച്ചുകൊണ്ട് ഇവരിപ്പോൾ താമസം മാറി നമ്മുടെ ഗ്യാരറ്റ് താമസിക്കുന്ന ആ ഒരു സിറ്റിയിലേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെ ഈ സ്ഥലം സെറ്റാക്കി കൊടുത്ത ആ ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറുടെ പേര് ഡോൺ എന്നാണ്. ഡോണിന് വേറൊരു പരിപാടിയും കൂടെ ഉണ്ട്. അതായത് ഒരു സഞ്ചരിക്കുന്ന സൂ, അതായത് ഒരു മൃഗശാല സഞ്ചരിക്കുന്ന, ഇങ്ങനെ കാറിൽ കൊണ്ട് കിടന്ന് മൃഗങ്ങളെയൊക്കെ കാണിച്ച് കാശുണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഇവരിവിടെ വന്ന് താമസിക്കുകയാണ്. അപ്പോഴത്തേക്കും ആ നാടൊക്കെ ഒന്ന് ചുറ്റി കാണാൻ വേണ്ടി ഹെൻറി പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി എത്തുന്നത് നമ്മുടെ ഗ്യാരറ്റിൻ്റെ ആ ഒരു ഗെയിമിംഗ് കടയിലാണ്. അതായത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്ത് ഗെയിമിംഗ് കടയെന്നൊക്കെ പറയുമ്പോൾ ഒരു അത്ഭുതമൊക്കെ തോന്നുമല്ലോ. അങ്ങനെ അവിടെ വന്ന് നമ്മുടെ ഗ്യാരറ്റിനെയൊക്കെ പരിചയപ്പെട്ട് കടയൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് കയ്യിലൊരു ഫുഡൊക്കെ ഉണ്ടായിരുന്നു, അത് ഗ്യാരറ്റിനൊക്കെ കൊടുത്തിട്ട് പരിചയപ്പെട്ടിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ പിറ്റേ ദിവസം പഠിക്കാനായിട്ട് സ്കൂളിൽ പോകും. അവിടെ എത്തുമ്പോഴാണ് പ്രിൻസിപ്പാളായിട്ടുള്ള മാർലറ്റിനെ പരിചയപ്പെടുന്നത്. മാർലറ്റിൻ്റെ ഹസ്ബൻഡാണ് അവിടെ ക്ലാസ് എടുക്കുന്നത്. അങ്ങനെ അവിടെ പഠിത്തമൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരെന്തെങ്കിലും സയൻസ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു എക്സ്പെരിമെൻറ്റ് നടത്തി കാണിക്കണം. അങ്ങനെ നമ്മുടെ ഹെൻറി ഒരു എക്സ്പെരിമെൻറ്റ് നടത്തും. ഒരു ജെറ്റ് പാക്ക്, പറക്കുന്ന ജെറ്റ് പാക്ക്. അത് ആദ്യം കുഴപ്പമില്ലാതൊക്കെ പറക്കും. പക്ഷേ ഗതികേടിന് അത് നിയന്ത്രണം വിട്ട് അടുത്തുള്ള ഒരു ചിപ്സ് ഫാക്ടറിയുടെ മുകളിൽ പോയി തട്ടും. പക്ഷേ ആൾക്കാർക്കൊന്നും പരിക്കൊന്നുമില്ല, അതിന് മുകളിൽ ചെറുതായിട്ടൊന്ന് പൊളിഞ്ഞു എന്ന് മാത്രം. അങ്ങനെ പ്രിൻസിപ്പാൾ വിളിച്ച് ഇതിൻ്റെ ഗാർഡിയനെ കൊണ്ടുവരാനെന്നും പറഞ്ഞൊന്ന് പേടിപ്പിക്കും. പക്ഷേ ഗാർഡിയനായിട്ട് ആദ്യം ചേച്ചിയെ വിളിക്കുമെങ്കിലും പിന്നീട് നമ്മുടെ ഗ്യാരറ്റിനെ വിളിക്കും, അങ്കിളായിട്ടൊന്ന് വരുമോ എന്നൊക്കെ ചോദിച്ച്. അങ്ങനെ ഗ്യാരറ്റ് വരും, സമ്മതിക്കും. ഗ്യാരറ്റ് വന്നിട്ട് പ്രിൻസിപ്പാളുമായിട്ടൊക്കെ സംസാരിച്ച് സെറ്റാക്കി പ്രശ്നമൊന്നും ഇല്ലാതെ അവിടുന്ന് പോകും. അങ്ങനെ ഗ്യാരറ്റിൻ്റെ ആ ഒരു കടയിലെത്തിയതിന് ശേഷം അവിടെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹെൻറി ഈ ഒരു ക്യൂബും ക്രിസ്റ്റലും കാണും. അപ്പോൾ ഇത് രണ്ടും കൂടി എടുത്തിട്ട് ഒന്നാക്കുമ്പോഴത്തേക്ക് അതിൽ നിന്നൊരു എനർജി ഫോമായിട്ട് അതിനെ ഫോളോ ചെയ്ത് ആ ഒരു മൈനിങ് സ്ഥലത്തേക്ക്, ആ ഒരു ഗുഹയിലേക്ക് എത്തും. അവിടെ എത്തുമ്പോൾ ആ ഒരു പോർട്ടൽ ഇവർ കാണും. അതേ സമയത്ത് തന്നെ നമ്മുടെ സിസ്റ്ററായിട്ടുള്ള നറ്റാലിയും ആ ഒരു ഡോണും കൂടെ ഇവരെ ഫോളോ ചെയ്ത് ഇവിടേക്ക് എത്തും. അതേസമയം ഈ ഒരു ക്രിസ്റ്റൽ ഉള്ളിലേക്ക് വലിക്കുകയാണ്, ആ പോർട്ടലിലേക്ക് വലിക്കുകയാണ്. അപ്പം നമ്മുടെ ഹെൻറിയെ പിടിക്കാൻ വേണ്ടി എല്ലാവരും കൂടെ നിന്ന് വലിക്കുന്ന സമയത്ത് അവസാനം പവർ കാരണം ഇവർ ഈ ഓവർവേൾഡിലേക്ക് എത്തുകയാണ്. ഓവർവേൾഡിലേക്ക് ഇവരെത്തുന്ന സമയത്ത് ഓവർവേൾഡിലുള്ള ഒരു വില്ലേജർ ഇത് കാണുകയാണ്. ഈ മനുഷ്യനെ പറയുന്ന പേരാണ് വില്ലേജർ നൈസായിട്ട് ആ പോർട്ടൽ വഴി വെടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ കാര്യമല്ല, അതായത് ഈ ക്രിസ്റ്റൽ ഇവിടെ എത്തിയ കാര്യമൊക്കെ, ഓവർവേൾഡിൽ എത്തിയ കാര്യമൊക്കെ നമ്മുടെ മൽഘോഷ അറിയാണ്, വില്ലൻ അറിയാണ്. നമ്മുടെ സ്റ്റീവിന് ഇവിടെ അടച്ചിട്ടേക്കാണല്ലോ. സ്റ്റീവിൻ്റെ അടുത്ത് പറയാം, നീ പോയത് എടുത്തുകൊണ്ട് വരണം, അല്ലെങ്കിൽ നിൻ്റെ ആ ഒരു ചെന്നായയുടെ ബെൽറ്റ് കണ്ടോ, ഇതെൻ്റെ കയ്യിലുണ്ട്, ഞാൻ അവനെ കൊല്ലും എന്ന് പറയണം. അപ്പോൾ ചെന്നായ എർത്തിലുള്ള കാര്യം സ്റ്റീവിന് അറിയത്തില്ല, ബെൽറ്റ് കയ്യിലിരിക്കുന്നതുകൊണ്ട് സ്റ്റീവ് അങ്ങ് വിശ്വസിക്കുകയും ചെയ്യും. അതേസമയം ഓവർവേൾഡിലേക്ക് വന്ന പുതിയ ടീംസ് ആ സ്ഥലമൊക്കെ കണ്ടിങ്ങനെ അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കിക്കണ്ടൊക്കെ പോവാണ്. അപ്പോഴാണ് രാത്രി ആവുന്നത്. രാത്രിയായി കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ, അപ്പോഴത്തേക്ക് ക്രീപ്പറും സ്കെലറ്റിനും അങ്ങനെ കുറേ ജീവികളൊക്കെ വന്ന് ഇവർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ഗ്യാരറ്റ് ആണെങ്കിൽ ഒരു കുഴിക്കകത്ത് വീഴുകയും ചെയ്യും. ബാക്കിയുള്ളവർ ഓടി രക്ഷപ്പെടുന്നതിനിടയ്ക്ക് നമ്മുടെ ഹെൻറി ആണെങ്കിൽ ഒരു മരത്തിൽ തട്ടുമ്പോൾ അതിൻ്റെ നടുക്കത്തൊരു ഭാഗം മാത്രം ഇങ്ങനെ പൊളിഞ്ഞ് വേറൊരു ക്യൂബ് പോലെ നിൽക്കൂ. അത് കണ്ട് അത്ഭുതത്തോടെ നമ്മുടെ ഹെൻറി അത് എടുത്തതിന് ശേഷം അത് താഴേക്ക് എറിയുമ്പോഴത്തേക്ക് അതിങ്ങനെ ബിൽഡായി വരും. അപ്പോൾ എന്തോ പണിയാൻ പറ്റുമെന്നനുസരിച്ച് എന്തോ രീതിയിലൊരു ചെറിയൊരു കെട്ടിടം പോലെ പണി, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു തട്ടിക്കൂട്ട് പരിപാടി. അങ്ങനെ അവരതിൽ രക്ഷപ്പെടും. അവസാനം നമ്മുടെ ഗ്യാരറ്റോട് രക്ഷപ്പെട്ട് എങ്ങനെയൊക്കെയോ അവിടെ വരുമ്പോഴത്തേക്ക് താഴെ നമ്മുടെ ആ ക്യൂബും ക്രിസ്റ്റലും കിടക്കുന്നു. അപ്പോൾ ഒരു സ്കെലറ്റിന് ഇത് അമ്പ് വിട്ട് അത് വെച്ചിട്ട് ആ ക്രിസ്റ്റൽ അങ്ങ് പൊട്ടിക്കും. പിന്നെ ആ ക്യൂബ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്യൂബ് എടുത്ത് ജീവനും കൊണ്ട് നമ്മുടെ ഗ്യാരറ്റ് ഓടി അതിൽ കയറും. അതേസമയം ഇവർ വന്ന ആ പോർട്ടലും ഡിസപ്പിയർ ആവും, അല്ലെങ്കിൽ അത് ഇനാക്റ്റീവ് ആയി മാറും. ആ പോർട്ടൽ വർക്കാവത്തില്ല. അങ്ങനെ എങ്ങനെയൊക്കെ ഇത് തല്ലിപ്പൊളിച്ച് അവസാനം ആ ക്രീപ്പറും സോംബീസും എല്ലാം കൂടെ ഇവരെ ആക്രമിക്കാനായിട്ട് മേളിൽ കയറും. അങ്ങനെ ഇവരെല്ലാം കെട്ടിപ്പിടിച്ചിരുന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് രക്ഷകനായിട്ട് നമ്മുടെ സ്റ്റീവ് എത്തിയിട്ട് എല്ലാത്തിനെയും വാരിപ്പറക്കിയിട്ടിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഭയങ്കര ഡാൻസൊക്കെ കളിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പുള്ളി അത് ഹാൻഡിൽ ചെയ്യുന്നത്. അതേസമയം പുള്ളി ഇങ്ങനെ സമയം നോക്കുന്ന സമയത്ത് മോർണിംഗ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ക്രീപ്പേഴ്സും ഇതും ബേണായി പോകും, അതായത് ചത്തുപോകും. അതേസമയം പോർട്ടൽ വഴി ഒരു വില്ലേജർ എത്തിയായിരുന്നല്ലോ നാട്ടിലേക്ക്. ആ വില്ലേജറിനെ നമ്മുടെ പ്രിൻസിപ്പാളായിട്ടുള്ള മാർലറ്റ് ഇടിച്ചിട്ട് അതിനെ വന്ന് അയ്യോ എന്ത് പറ്റി കുഴപ്പമല്ലോ ഉണ്ടോ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിച്ചു വന്ന് നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ മുഖം കാണുമ്പോൾ എന്തോ അത്ഭുതമായിട്ട് തോന്നി. ഇവർ അതിനെ കാറിൽ കയറ്റി കൊണ്ടുപോകും. അതേസമയം സ്റ്റീവ് ഉണ്ടാക്കിയ സ്റ്റീവ് അങ്ങോട്ടേക്ക് വന്ന ആൾക്കാരെയൊക്കെ ഇങ്ങനെ നടഞ്ഞ് പരിചയപ്പെടുത്തുകയാണ്. ഇവിടുത്തെ റൂൾസൊക്കെ ഇങ്ങനെയാണ്, ഇതാണ് സംഭവം,
ഇതൊക്കെ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെയൊക്കെ അങ്ങോട്ട് പരിചയപ്പെടുത്തണം. ഇത് ഗോലമാണ്, ഇതിനെ തൊടരുത്, തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇടിക്കും, വില്ലേജറിനെ നിങ്ങൾ ഉപദ്രവിക്കാൻ പോകരുത്, അങ്ങനെ ഓരോന്നും പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണോ, നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ, ഇവിടെ നല്ല കിടിലൻ ചിക്കൻ ഫ്രൈ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചിക്കൻ സ്റ്റാൾ കാണിക്കുകയാണ്. ഇവിടെ ലാവ കൊണ്ടാണ് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത്. അത് ലാവ ചിക്കൻ്റെ മേളിലേക്ക് കഴിയുമ്പോൾ ചിക്കൻ സാധനം വരും. അങ്ങനെ അത് ഗ്യാരറ്റിനൊക്കെ കൊടുത്ത് അവിടുത്തെ ഫുഡൊക്കെ കാണിച്ച് പരിചയപ്പെടുത്തുകയാണ്. അതേസമയം സ്റ്റീവ് ഇവരെ പറ്റിച്ചു എന്ന് നമ്മുടെ മൽഘോഷ അറിയുകയാണ്. അങ്ങനെ സ്റ്റീവിനെ പിടിക്കാനായിട്ട് അവിടുത്തെ ഒരു ജനറലായിട്ടുള്ളൊരു വേറൊരു പിഗ്ലിങ്സിനെ പറഞ്ഞു വിടുകയാണ്. അതേസമയം സ്റ്റീവിൻ്റെ ആ ഒരു റൂമുണ്ടല്ലോ, വീട്, അവിടെ കൊണ്ടുവന്നിട്ട് സ്റ്റീവിൻ്റെ സമ്പാദ്യങ്ങൾ കാണിക്കുകയാണ്. അവിടെ TNT ഉണ്ട്, ഇത് വെച്ച് നമുക്ക് ഓരോ സംഭവങ്ങളൊക്കെ പൊളിക്കാൻ പറ്റും. പിന്നെ ഒരു റോക്കറ്റ് ഉണ്ട്, ഇത് വെച്ച് നമുക്ക് പറക്കാനുള്ള പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോരോ സാധനങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. അതായത് സ്റ്റീവ് ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ. എന്നിട്ട് ഈ ബൂട്ട് കണ്ടോ, ഈ ബൂട്ട് ഉപയോഗിച്ചും പറക്കാൻ പറ്റും. പിന്നെ ഇത് കണ്ടോ, ഇതാണ് ഡയമണ്ട് ആർബർ, അതിൻ്റെ ഫുൾ സെറ്റ് തന്നെ ഉണ്ട്. പിന്നെ പലതരത്തിലുള്ള ആയുധങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കാണിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതെന്തിനാണ് പരിചയപ്പെടുത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരുടെ കയ്യിലുള്ള ആ ഒരു ക്രിസ്റ്റൽ പൊട്ടിയല്ലോ, ഇനി വേറെ എർത്ത് ക്രിസ്റ്റൽ ഉള്ളത് ഒരു കെട്ടിടത്തിലാണ്. ആ ഒരു കെട്ടിടത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് നമ്മൾക്ക് ആൾക്കാരൊക്കെ നേരിടാനുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളിതൊക്കെ പരിചയപ്പെടുത്തിയാന്ന് പറയും. അതേസമയം നമ്മുടെ ഗ്യാരറ്റ് അവിടുന്ന് ഒരു സാധനം ഇങ്ങനെ എടുക്കും. ഇതിൻ്റെ പേര് എൻ്റർപേൾ എന്നാണ്. ഇത് എൻ്റെ കയ്യിൽ ഓർമ്മയേ ഉള്ളൂ എന്നൊക്കെ സ്റ്റീവ് ഇങ്ങനെ പറഞ്ഞ് അതിനെ പറ്റി ക്ലാസ് എടുക്കണം. ഇത് നമ്മൾ എങ്ങോട്ട് എടുത്ത് എറിയുന്നു അങ്ങോട്ടേക്ക് നമ്മൾ ടെലിപ്പോർട്ട് ആവും. എൻ്റെ കയ്യിൽ ആകെപ്പാടെ ഓർമ്മ ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ട് എടുത്താണ് എൻ്റർമാൻ്റെ എന്നൊക്കെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഗ്യാരറ്റ് അതെടുത്ത് ബാക്കിലേക്ക് എറിയും, അങ്ങോട്ടേക്ക് ടെലിപ്പോർട്ട് ആവും. എൻ്റെ കയ്യിൽ ആകെ ഓർമ്മയേ ഉള്ളായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് സ്റ്റീവ് വീണ്ടും ബാക്കി കാര്യങ്ങൾ എടുക്കും. അങ്ങനെ വേറെ ക്ലാസ് എടുത്തിട്ട് ഇതാണ് ക്രാഫ്റ്റിംഗ് ടേബിൾ, ഇതിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ക്രാഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും, എന്ത് വേണമെങ്കിലും പണിതെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് പ്രത്യേക ആംഗിളിൽ ഓരോ സാധനങ്ങൾ അടുക്കിയിട്ട് ഒരു വാള ഉണ്ടാക്കി കാണിക്കുകയാണ്. ഇത് കാണുമ്പോഴത്തേക്ക് ഹെൻറിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ്, കൊള്ളാലോ സംഭവം എന്ന് പറയും. ഹെൻറി ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ നോക്കും. അതേസമയം നമ്മുടെ ഡോണും നറ്റാലിയും കൂടെ ഒരു വില്ലേജർ ടീംസിൻ്റെ അടുത്ത് പോയിട്ട് ഇവർക്ക് പോകാനുള്ള മാപ്പൊക്കെ നോക്കുകയാണ്. അതേസമയം മറ്റേ പിഗ്ലിസിൻ്റെ ജനറൽ ടീംസും കൂടെ സ്റ്റീവനും ടീംസിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് വരും. അങ്ങനെ നല്ല ഫൈറ്റായി അവസാനം നടാലിയും ഡോണും വേറൊരു ഭാഗത്തേക്കും സ്റ്റീവൻ ടീംസും കൂടെ വേറൊരു സ്ഥലത്തേക്കും. അങ്ങനെ ഇവർ വഴിതെറ്റി രണ്ട് വഴിക്കായിട്ട് ഇവർ ഓടി രക്ഷപ്പെടുകയാണ്. ഇവർ പോയി മലയുടെ മണ്ടയ്ക്ക് നിന്നിട്ട് ആ കാണുന്ന സ്ഥലമുണ്ടോ, അതാണ് വുഡൻ മാൻഷൻ, നമുക്ക് അങ്ങോട്ടേക്കാണ് പോകേണ്ടത്, നമുക്ക് പോകേണ്ട സ്ഥലം അതാണ്, അവിടെ നിന്നാണ് സാധനം എടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് 2 എലൈറ്റർ വെച്ച് കൊടുക്കുകയാണ്. എലൈറ്റർ എന്ന് പറയുന്നത് പറക്കുന്ന ഒരു സൂട്ടാണ്. അങ്ങനെ ഇത് രണ്ടും വെച്ച് ഇവർ പറന്നു പോവാണ്. അതേസമയം സ്റ്റീവ് ആയിരിക്കും, അയ്യോ ഞാനെടുത്തില്ലല്ലോ എന്ത് ചെയ്യും എന്നും പറഞ്ഞ് സ്റ്റീവ് എടുത്ത് താഴേക്ക് ചാടുന്നത് നമ്മുടെ ഗ്യാരറ്റിൻ്റെ മുകളിലേക്കാണ്. ഗ്യാരറ്റിൻ്റെ മുകളിൽ പോയി നിന്നിട്ട് ഗ്യാരറ്റിൻ്റെ മുടി പിടിച്ചിട്ടാണ് പറക്കുന്ന ആ സാധനം കൺട്രോൾ ചെയ്യുന്നത്. ഭയങ്കര ഫണ്ണായിട്ടാണ് അത് കാണിക്കുന്നത്. അതേസമയം ഇവർ അവിടുന്ന് പറന്ന് പോയി രക്ഷപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ താഴെ എത്തി ഇവർ അങ്ങോട്ടേക്ക് പോകും. അതേസമയം നമ്മുടെ ജനറൽ ടീംസും തോറ്റെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ മൽഘോഷ വേറൊരു ടീംസിനെ ഇറക്കും. അതായത് വേറൊരു അവിടുത്തെ തന്നെ ഏറ്റവും ശക്തനായിട്ടുള്ളൊരു പോരാളി ഇറക്കും. അതേസമയം രാത്രിയായി നമ്മുടെ ഡോണും നടാലിയും കൂടെ ഇങ്ങനെ നടന്നു പോവാണ്. അതേസമയം ക്രീപ്പേഴ്സൊക്കെ വരുന്നുണ്ട്. ഇപ്പം ഒരു വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല, ക്രീപ്പറല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ തല്ലി കൊല്ലുന്നുണ്ട്. കാരണം ഇവർക്ക് ഇതിപ്പോൾ ശീലമായി. അതേസമയം ഇവരുടെ മുമ്പിലേക്ക് ഒരു ചെന്നായ വരും. അതിനെ കണ്ട് പേടിക്കുമെങ്കിലും നമ്മുടെ ഡോണ് ഒരു എല്ലും കഷ്ണം എടുത്ത് എൻ്റെ വായി വെച്ച് കൊടുക്കും. വായി വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അറിയാമല്ലോ അത് ഇണങ്ങി കഴിയുമ്പോഴത്തേക്ക് എൻ്റെ കഴുത്തിൽ എൻ്റെ പേര് ആ ഒരു ബെൽറ്റ് വിസിബിളായിട്ട് വരും. ഒരു ഡെന്നീസ് ഒന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ സ്റ്റീവിൻ്റെ ഡോഗാണ്. അപ്പോൾ ആ ഡോഗിനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റീവിൻ്റെയും ടീംസിൻ്റെ അടുത്ത് എത്താമെന്ന് അറിഞ്ഞ് അതിൻ്റെ പുറകെ ഇവർ പോകും. അതേസമയം സ്റ്റീവൻ ടീമും എത്തിയത് ഒരു റെഡ് സ്റ്റോൺ മൈനിലാണ്. ഇവിടെ ഈ റെഡ് കളറിൽ കാണുന്ന സ്റ്റോണില്ലേ, അതാണ് റെഡ് സ്റ്റോൺ. ഇത് ഭയങ്കര എനർജിയൊക്കെ ഉള്ളതാണെന്നൊക്കെ പറഞ്ഞ് സ്റ്റീവ് അതുപോലെ ക്ലാസ്സൊക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ കുറേ ട്രാപ്പൊക്കെ സെറ്റ് വെച്ചിട്ടുണ്ട്, ഇവിടെ ആരും വരാതിരിക്കും, ഇത് എൻ്റെ റെഡ് സ്റ്റോൺ മൈനാണ്, ഇവിടെ എനിക്ക് ഡയമണ്ടിൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ടെന്നൊക്കെ പറയും. ഡയമണ്ടോ അതെന്താണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗ്യാരറ്റ് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഗ്യാരറ്റ് അറിയാതെ ഒരു ട്രാപ്പിൽ ചെന്ന് ചവിട്ടുമ്പോഴത്തേക്ക് തര പറയാന്നും പറഞ്ഞ് മുള്ളുകൾ നമ്മുടെ ഗ്യാരറ്റിന് ദേഹത്ത് വീഴാണ്. ഗ്യാരറ്റ് അയ്യോ എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് വീഴുന്നത് വേറൊരു ട്രാപ്പിലാണ്. അവിടുന്ന് ഗ്യാരറ്റ് പൊളിഞ്ഞ് തിന്ന് വീഴുന്നത് വേറൊരു സ്ഥലമാണ്. ഒരു ലിവർ ആക്ടിവേറ്റ് ആവും. ആ ലിവർ ആക്ടിവേറ്റ് ആകുമ്പോഴത്തേക്കും അവിടെ ഒരു പോർട്ടൽ പോലെ ചെറിയൊരു സീക്രട്ട് റൂം വരും. അവിടെ ഫുള്ള് ഡയമണ്ടാണ്. അപ്പോൾ ഡയമണ്ടാണ് നമ്മുടെ ഗ്യാരറ്റിന് ആവശ്യം. ഗ്യാരറ്റ് ഭയങ്കര കടത്തിലൊക്കെ ആണല്ലോ. അപ്പോൾ ഗ്യാരറ്റ് ഡയമണ്ടൊക്കെ പറക്കി ബാഗിലും പുള്ളിയുടെ ഡ്രസ്സിലൊക്കെ ഒളിപ്പിച്ച് വയ്ക്കും. അതേസമയം അങ്ങോട്ടത്തേക്ക് ഇപ്പോൾ പുതുതായിട്ട് വന്ന ആ വലിയ വില്ലനുണ്ടല്ലോ അത് വരും. ഇവരവിടെ ഉള്ള ഒരു റെയിൽവേ ട്രാക്കിൽ കയറിപ്പോവും. അവിടെ ഈ റെഡ് സ്റ്റോണിൻ്റെ പവർ വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. എന്നിട്ട് നമ്മുടെ സ്റ്റീവ് പറയും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവിടെ സംഭവമില്ല, അവിടെ സ്ലോ ആവും. അങ്ങനെ അവിടെ സ്ലോ ആകുമ്പോൾ ചുറ്റും ഈ ക്രീപ്പേഴ്സാണ്. അപ്പോൾ ഇത് പറയും ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്, എൻ്റെ ക്രീപ്പർ ഫാമാണ്. അതായത് സ്റ്റീവാണ് ഈ ക്രീപ്പറിനെയൊക്കെ അവിടെ വളർത്തുന്നത്. അങ്ങനെ അവസാനം ഇത് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ ഗ്യാരറ്റ് ഇറങ്ങി തെള്ളേണ്ട ഒരു അവസ്ഥ വരും. അങ്ങനെ ഗ്യാരറ്റ് ഇറങ്ങി തെള്ളുകയാണ്. പുറകിൽ നിന്ന് വലിയ ഗ്രേറ്റ് ഹോഗ് വരുവാണ്. അത് വലിയൊരു പന്നിയെ പോലത്തെ സാധനം വരുവാണ്. അങ്ങനെ ഇവർ അവസാനം ആ ഒരു പവറുള്ള ഭാഗത്തേക്ക് എത്തി നല്ല സ്പീഡിൽ പോവുകയാണ്. അങ്ങനെ ഇവരൊരു സ്ഥലത്ത് ഇറങ്ങും. എന്നിട്ട് പറയും നമ്മൾ ആ വുഡൻ മാഷിന് പോകുന്നതിന് മുമ്പ് നിങ്ങൾ 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇവിടെ 3 ഫ്ലോറുണ്ട്. താഴത്തെ ഫ്ലോറിൽ കുറച്ച് കോടാലിയായിട്ടുള്ള കുറച്ച് പയ്യന്മാരാണ്, അവന്മാർ പ്രശ്നമില്ല.
അതിന് മേളിൽ വേറെ കുറച്ച് പേരുണ്ട്, അവരിച്ചിരി പ്രശ്നമാണ്. പക്ഷേ അതുമല്ല പ്രശ്നം, ഏറ്റവും മേളിൽ ഒരുത്തനുണ്ട്, അവനാണ് എൻ്റർമാൻ. ഒരു കാരണം വെച്ചാൽ ഇവൻ്റെ കണ്ണി നോക്കരുത്, കണ്ണി നോക്കിക്കഴിഞ്ഞാൽ പോയി. അങ്ങനെയൊക്കെ ക്ലാസ്സൊക്കെ എടുത്തു കൊടുക്കുകയാണ്. എന്നിട്ട് ആരൊക്കെയാണ് പോകേണ്ടത്, എന്തൊക്കെയാണ് പ്ലാൻ, എല്ലാം സെറ്റാക്കി പ്ലാനൊക്കെ സെറ്റാക്കിയിട്ട് ഇവരവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ നമ്മുടെ സ്റ്റീവും ടീംസും കൂടെ ആ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യും. അങ്ങനെ സ്റ്റീവും ഗ്യാരറ്റും കൂടെ ഇവരുടെ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടി ഡാൻസൊക്കെ കളിച്ച് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെൻറി ആണെങ്കിൽ മേളിലേക്ക് പോയിട്ട് ആ ഒരു ക്യൂബ് എടുക്കുകയാണ്. ഗതികേടിന് ആ എൻ്റർമാനെ കാണും, അതിൻ്റെ കണ്ണി നോക്കുമ്പോഴത്തേക്ക് ഓരോരോ ആൾക്കാർ ഇവരുടെ ഫ്രണ്ട്സും ടീംസും ഒക്കെ വന്നിങ്ങനെ സംസാരിക്കാനൊക്കെ തോന്നും. അവസാനം എങ്ങനെയൊക്കെയോ അതിനെ തല്ലിക്കൊല്ലുമ്പോഴാണ് എൻ്റർ പേള് കിട്ടുന്നത്, ആ നേരത്തെ നമ്മുടെ ഗ്യാരറ്റ് എറിഞ്ഞ സാധനം. അങ്ങനെ ഇവർ വന്ന് അവിടുന്ന് രക്ഷപ്പെടും, സാധനം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇവർ ഓടി രക്ഷപ്പെടും. അങ്ങനെ ഒരു ബ്രിഡ്ജിനടുത്ത് എത്തുമ്പോഴത്തേക്ക് നമ്മുടെ മൽഗോഷയും ടീമും ആ വില്ലനും ടീമും അങ്ങോട്ടേക്ക് ഒരു ബലൂൺ പോലത്തെ സാധനത്തിൽ പറന്നു വരും. അങ്ങനെ അവർ ആ ബ്രിഡ്ജ് പൊളിക്കാനായിട്ട് TNT ഒക്കെ വെച്ച് പ്ലാൻ ചെയ്യും. അങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടണമല്ലോ. അങ്ങനെ നമ്മുടെ ഗ്യാരറ്റ് ഹെൻറി എടുത്ത് വേറൊരു സ്ഥലത്തേക്ക് എറിയും. അങ്ങനെ ആ ഒരു ബലൂൺ പോലത്തെ സാധനത്തിലേക്ക് നമ്മുടെ ഹെൻറി വീഴും, അതിന് പുറകെ സ്റ്റീവും വീഴും. എന്നിട്ട് നീ വരുന്നില്ലെന്ന് ചോദിക്കും, ഞാൻ വരുന്നില്ല, ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തി എന്നൊക്കെ ഉള്ള രീതി, ഞാൻ സാക്രിഫൈസ് ചെയ്തോളാം എന്നുള്ള രീതി, ഭയങ്കര മാസ് ഡയലോഗ് അടിച്ച് പുള്ളി എന്തോ സംഭവം എന്ന് പറഞ്ഞ് അവിടുത്തെ ആ ഒരു പന്നികളുമായിട്ടൊക്കെ അടിയിടുന്ന സമയത്ത് അത് TNT പൊട്ടി ആ ഒരു ബ്രിഡ്ജ് തകരുകയാണ്. പിന്നെ നമ്മുടെ ഗ്യാരറ്റിന് എന്ത് സംഭവിക്കുന്നത് അറിയത്തില്ല. ഇവർ അതേ ആഘാതത്തിൽ പോയി വീഴുന്നത് വേറെ സ്ഥലത്താണ്. അങ്ങനെ ബോധം വീണ് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ നഡാലിയും ഡോണും ഒക്കെ ഇവരുടെ അടുത്തുണ്ട്. നോക്കുമ്പം നമ്മുടെ സ്റ്റീവിൻ്റെ ഡോഗും അല്ലെങ്കിൽ സ്റ്റീവിൻ്റെ ആ ഒരു ചെന്നായയും ഉണ്ട്, ഡെന്നീസും ഉണ്ട്. അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ്. അതേസമയം ഈ ക്യൂബ് ഈ പന്നികൾ എടുത്തുകൊണ്ട് പോയല്ലോ നമ്മുടെ മൽഗോഷ്യൻ ടീംസും, അവർ ആ ഒരു ഓവർവേൾഡ് മൊത്തം ആ ദുഷ്ടശക്തിയുടെ രീതിയിലാക്കുകയാണ്. അങ്ങനെ സൂര്യൻ്റെ വെട്ടമൊക്കെ മറിച്ച് ഫുൾ ഇരുട്ടാകുമ്പോൾ ഇവർക്കെല്ലാം അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുമല്ലോ. അത് നമ്മുടെ സ്റ്റീവിനും ടീംസിനും ഇഷ്ടമല്ല. അതായത് ഈ സ്ഥലം ഇങ്ങനെ നശിച്ചു പോകാൻ പാടില്ല, നമുക്കിത് സേവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇവർ പ്രതിജ്ഞയൊക്കെ എടുത്ത് അങ്ങോട്ടേക്ക് പോവുകയാണ്. അതേസമയം പോർട്ടിൽ ഒരുപാട് പിഗ്ലിങ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓപ്പോസിറ്റ് സൈഡ് നമ്മുടെ സ്റ്റീവിൻ്റെ ടീംസായിട്ടുള്ള ഗോലംസ്, ആ അയൺ ഗോലംസ് വന്ന് ചറപറ ഭയങ്കര യുദ്ധം, അടി. അതേസമയം മൽഗോഷയെ നേരിടാനായിട്ട് നമ്മുടെ സ്റ്റീവ് ആ ഒരു ഡയമണ്ട് ആർമറൊക്കെ ഇട്ട് അങ്ങോട്ടേക്ക് പോയി ചാടി ഇങ്ങനെ മൽഗോഷയെ കുത്തിയില്ലെന്ന് കഴിയുമ്പോഴത്തേക്ക് ടപ്പിയെന്ന് പറഞ്ഞ് താഴെ വീണാണ്. അതായത് അവിടം വരെ ഹൈറ്റിൽ എത്തിയില്ല. അതേസമയം മൽഗോഷ സ്റ്റീവിനെ അടിച്ച് സ്റ്റീവിൻ്റെ ആ ഒരു ഡയമണ്ട് ആർമറൊക്കെ തല്ലി പൊളിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹെൻറി വന്നിട്ട് ഹെൻറിയുടെ കയ്യിലുള്ള ആ ഒരു എൻ്റർ പേളില്ലേ, അത് ഹെൻറി ഉണ്ടാക്കിയ ആ ഒരു ഗണ്ണി വെച്ചിട്ട് മേളിലേക്ക് ഫയർ ചെയ്ത് വിട്ട് ടെലിപ്പോർട്ടായിട്ട് ആ ഒരു ക്രിസ്റ്റൽ ഇരിക്കുന്ന ഭാഗത്തേക്ക് എത്തുകയാണ്. അങ്ങനെ ക്രിസ്റ്റൽ എടുക്കാൻ നോക്കുമ്പോൾ ഹൈറ്റ് എത്തുന്നില്ല. അതേസമയം ആ വലിയ പിഗ്ലിങ്സ് നമ്മുടെ ഹെൻറി അറ്റാക്ക് ചെയ്ത് താഴേക്ക് വീഴുകയാണ്. അങ്ങനെ ഹെൻറി ഭയങ്കര ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴുകയാണ്. എല്ലാവരും കണ്ട് ഞെട്ടി നിൽക്കും. അതേസമയം ഗ്യാരറ്റ് ആ ബലൂൺ പോലത്തെ സാധനത്തിലേക്ക് അങ്ങോട്ട് വന്നിട്ട് ഹെൻറിയെ പിടിക്കുകയാണ്. അങ്ങനെ ഗ്യാരറ്റിൻ്റെ ആ ബലൂൺ പോലത്തെ സാധനം തീ തുപ്പുന്ന ബോൾ വിടും, അത് പോർട്ടലിനെ മൊത്തം നശിപ്പിക്കും. അങ്ങനെ പോർട്ടൽ നശിപ്പിക്കുമ്പോഴും ആ ക്യൂബ് താഴെ വീഴും, വെട്ടം വരും, വെളിച്ചം വരും, സൂര്യപ്രകാശം വരും. ആ സമയത്ത് അവിടെ നിൽക്കുന്ന പിഗ്ലിങ്സ് എല്ലാം ചാവും. അങ്ങനെ അതേസമയം മൽഗോഷയുടെ പവർ ഈ വെളിച്ചം കാരണം നശിക്കും. അങ്ങനെ സ്റ്റീവ് മൽഗോഷയെ തറമട്ടമാക്കി നശിപ്പിച്ച് ആ ഒരു ഫൈറ്റ് അവർ ജയിക്കും. അങ്ങനെ ഫൈറ്റ് മൊത്തം കഴിഞ്ഞ് ഇവർ രക്ഷപ്പെടും. അങ്ങനെ ഇവർക്ക് സംഭവമൊക്കെ കിട്ടിയല്ലോ. അങ്ങനെ പോർട്ടൽ ആക്ടിവേറ്റ് ആയി, എർത്തിലേക്ക് പോകാനുള്ള പോർട്ടൽ ആക്ടിവേറ്റ് ആക്കി എല്ലാവരും പോകും. അതേസമയം സ്റ്റീവിന് വരാൻ മടിയുണ്ട്, പക്ഷേ സ്റ്റീവിനെ ഇവർ കൺവിൻസ് ചെയ്ത് എങ്ങനെയൊക്കെയോ ഇവരെ കൂടെ കൊണ്ടുപോകും. ഇവരുടെ കൂടെ അങ്ങനെ സ്റ്റീവ് എത്തി. ഇപ്പം നമ്മുടെ ഗ്യാരറ്റിൻ്റെ ആ ഒരു ഗെയിമിംഗ് സ്റ്റുഡിയോ ഒക്കെ അവിടെ നിന്നെടുത്ത ഡയമണ്ടൊക്കെ വെച്ച് ഒന്ന് റിനോവേറ്റ് ചെയ്ത് സെറ്റാക്കി ഗ്യാരറ്റിൻ്റെ കൂടെയാണ് സ്റ്റീവ്. ഇപ്പോൾ ആ ഗെയിമിംഗ് കമ്പനിയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നു. ഇവർ സ്വന്തമായിട്ട് ഗെയിമിംഗ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഡോൺ ആണെങ്കിൽ നമ്മുടെ ഡെന്നീസിനെ ഒരു ആകർഷണമാക്കി ഒരു സൂ ഒക്കെ തുടങ്ങും. അതുപോലെ നമ്മുടെ നഡാലി ആണെങ്കിൽ ഒരു സെൽഫ് ഡിഫെൻസ് ക്ലാസ് ഒക്കെ എടുക്കും. അങ്ങനത്തെ ഒരു ഇതായിട്ട് മാറി. അതേസമയം നമ്മുടെ ഹെൻറി ആണെങ്കിൽ ആ ഒരു ആദ്യം ഉണ്ടാക്കി ജെറ്റൊക്കെ ഇപ്പോൾ കറക്റ്റായിട്ട് ഉണ്ടാക്കി നമ്മുടെ സ്കൂളിലൊരു സ്റ്റാറായിട്ടൊക്കെ മാറുകയാണ്. പിന്നെ ഇതേ സമയത്ത് തന്നെ ആ ഒരു വില്ലേജർ വന്ന് ഇവിടെ ഇടിച്ചായിരുന്നല്ലോ പ്രിൻസിപ്പാളിൻ്റെ ഇത്. ഇപ്പം പ്രിൻസിപ്പാളിൻ്റെ ഹസ്ബൻഡിനെ പോലെ കൊണ്ടു കിടക്കുകയാണ് ആ വില്ലേജറിനെ. വില്ലേജർ ഇപ്പം നമ്മളെപ്പോലെ സംസാരിക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു സിനിമ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പം ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പിന്നെ മറക്കണ്ടല്ലോ.